പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക്സിലേക്ക് നമുക്ക് കിടക്കാം. ബേസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, ഞാനിവിടെ എഴുതാം. ആദ്യത്തെ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്. അത് നമ്മൾ CP എന്ന് ഡിനോട്ട് ചെയ്യും. അടുത്തത് സെല്ലിംഗ് പ്രൈസ് അത് SP എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ പ്രോഫിറ്റിനെ നമ്മൾ P എന്ന് ഡിനോട്ട് ചെയ്യും. ലോസിനെ നമ്മൾ L എന്ന് ഡിനോട്ട് ചെയ്യും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അതിനെ നമ്മൾ P% എന്ന് ഡിനോട്ട് ചെയ്യും. ലോസ് പെർസെൻറ്റേജ് അതിനെ L% എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി നമുക്കിത് ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾ ഒരു കടയിൽ ചെന്ന് ഒരു മൊബൈൽ വാങ്ങുകയാണ്. 1000 രൂപയ്ക്ക് ഒരു മൊബൈൽ വാങ്ങി. അപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ വാങ്ങാൻ ആയ തുക അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് നിങ്ങളുടെ വീട് ട്രിവാൻഡ്രമാണ്, നിങ്ങൾ എറണാകുളം വന്നാണ് ഈ മൊബൈൽ വാങ്ങിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ഉള്ള നിങ്ങളൊരു സുഹൃത്തിന് ഈ മൊബൈൽ മേടിക്കണം. ആ മൊബൈൽ മേടിക്കാനായിട്ട് പുള്ളിക്കാരൻ എറണാകുളം പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളത് ഈ മൊബൈൽ വിൽക്കുമോ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് 100 രൂപ അല്ലെങ്കിൽ 100 രൂപയും നിങ്ങൾ വാങ്ങിയ വിലയും കൂടെ ചേർത്തിട്ട് ഈ മൊബൈൽ വിൽക്കാൻ തയ്യാറാകുകയാണ്. അപ്പോൾ നിങ്ങൾ വിൽക്കുന്ന വിലയായ 1100 രൂപയാണ് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. ഒരു കടക്കാരൻ, ഒരു ഷോപ്പ് കീപ്പർ 1000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു. പുള്ളിയുടെ കോസ്റ്റ് പ്രൈസ് 1000 രൂപയാണ്. പുള്ളി അത് 1250 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അപ്പം പുള്ളി ഇവിടെ കൂടുതൽ പൈസയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ മേടിച്ച പൈസേനേക്കാൾ വിൽക്കുന്ന പൈസ കൂടുതലാണെങ്കിൽ നമുക്കവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ലാഭം ഉണ്ടാകും. ഇവിടെ ഉണ്ടായിരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ 1250 മൈനസ് 1000, 250 രൂപയാണ് ലാഭം. ഈ ലാഭം ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ എപ്പോഴും സെല്ലിംഗ് പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് നമ്മൾ വിൽക്കുന്ന വില വാങ്ങുന്ന വിലയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ലോസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു കടക്കാരൻ വീണ്ടും ഒരു ഐറ്റം 1000 രൂപയ്ക്ക് മേടിച്ചു. പക്ഷേ പുള്ളിക്ക് അത് 800 രൂപയ്ക്ക് വിൽക്കാനേ സാധിച്ചുള്ളൂ. പുള്ളിക്ക് അവിടെ എത്ര നഷ്ടമുണ്ടായി? 200 രൂപയുടെ നഷ്ടമുണ്ടായി. അപ്പോൾ ഈ നഷ്ടത്തിനെയാണ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് വാങ്ങുന്ന വില വിൽക്കുന്ന വിലയിനേക്കാൾ കൂടുന്ന കണ്ടീഷനിലാണ് നമുക്ക് ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1000 രൂപ. സെല്ലിംഗ് പ്രൈസ് 800 രൂപ. അപ്പോൾ എത്രയാണ് ലോസ് ഉണ്ടായത്? 200 രൂപയാണ് ലോസ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ്. നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ് അപ്പോൺ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100നെയാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ കടക്കാരൻ 1000 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം പുള്ളി 125 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 25 രൂപ. അപ്പോൾ 25 രൂപ അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100. അപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് 25%. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ പോകുന്നത് ലോസ് പെർസെൻറ്റേജിലേക്കാണ്. ലോസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ലോസ് ബൈ CP ഇൻറ്റു 100. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ കടക്കാരൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പുള്ളിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 രൂപയാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ എത്രയാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. അപ്പോൾ 25
ബൈ 100 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, ഇനി നമ്മൾ SP കണ്ടുപിടിക്കാനുള്ള ഒരു ബേസിക് ഫോർമുലയാണ് നോക്കാൻ പോകുന്നത്. സപ്പോസ് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, SP കണ്ടുപിടിക്കണം. SP കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നൊരു ഫോർമുലയാണ്. ഇതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ഈസിയാണ്, ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഈ പ്രോഫിറ്റ് എപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? SP ഗ്രേറ്റർ ദാൻ CP ആന കേസിലാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. പ്രോഫിറ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഈക്വൽ ടു SP മൈനസ് CP. ഈ പ്രോഫിറ്റിന് പകരം നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു SP മൈനസ് CP ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു നമ്മൾ ഇതിനെ CP വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. പറ്റുമല്ലോ അല്ലേ? അപ്പോൾ SP ബൈ CP മൈനസ് CP ബൈ CP ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു SP ബൈ CP മൈനസ് 1. CP ബൈ CP എന്ന് പറഞ്ഞാൽ 1 ആണ്. ഹോൾ ഇൻറ്റു 100 ആണ്. ഇനി നമ്മൾ ഈ 100നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100 ഈക്വൽ ടു SP ബൈ CP മൈനസ് 1. ഈ മൈനസ് 1നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നപ്പോൾ പ്ലസ് ആയി 1 ഈക്വൽ ടു SP ബൈ CP. ഈ 100നെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100 ഈക്വൽ ടു SP ബൈ CP. നമ്മൾ CPനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പം SP ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്ലസ് 100 ഇൻറ്റു CP ബൈ 100. നമ്മൾ നേരത്തെ അറൈവ് ചെയ്ത ഫോർമുലയിലെത്തി. കണ്ടോ? SP ഈക്വൽ ടു CP ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ 100. ഇതാണ് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബേസിക് ഫോർമുല. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. അതുപോലെ ലോസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. CP നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ഫോർമുലയാണ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു CP ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. നോട്ട് ചെയ്ത് വെച്ചോ. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. ഇതാണ് SP കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇപ്പം ലോസ് പെർസെൻറ്റേജ് ഉള്ളപ്പോൾ. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ഷോപ്പ് കീപ്പർ ബൈസ് എ പ്രൊഡക്റ്റ് ഫോർ 100 rupees. അപ്പം CP എന്ന് പറയുന്നത് 100 rupees. He sells the product at a profit of 20%. Profit percentage 20%. Find his selling price. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഷോപ്പ് കീപ്പർ 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. അത് പുള്ളി 20% പ്രോഫിറ്റിൽ ഷോപ്പ് കീപ്പർ വിറ്റു. അങ്ങനെയാണെങ്കിൽ ഈ 20% പ്രോഫിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി എത്ര രൂപയ്ക്ക് അത് വിൽക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിത് നേരത്തെ കണ്ട നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് വെച്ച് ഫസ്റ്റ് സോൾവ് ചെയ്യാണ്. എന്താണ് ഇക്വേഷൻ? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. ഇപ്പോൾ എത്രയാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്? 100 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ഡിവൈഡ് ബൈ 100. ഈ 100 ക്യാൻസലായി ബാക്കി 120. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 120 ആയിട്ട് കിട്ടി. ഇതാണ് ട്രഡീഷണൽ മെത്തേഡ്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. അതിലൊന്നാണ് ഫ്രാക്ഷൻ മെത്തേഡ്. അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ പെർസെൻറ്റേജ് മെത്തേഡ്.
പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചു കാണുമെന്നറിയാം. അപ്പോൾ നമ്മൾ ആ മെത്തേഡിലും കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് കിട്ടിയത്? 20%. ഈ 20%നെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1/5. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ 1നെ +1 എന്നിടുക, ലോസ് ആണെങ്കിൽ നമ്മളോട് -1 എന്നിടും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കും, ന്യൂമറേറ്ററിനെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പം പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് പ്രൈസ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നത്, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അതിനെ നോക്കി എഴുതാം. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സി പി എന്താണെന്നറിയാം. സി പി എത്ര യൂണിറ്റാണെന്നറിയാം, എസ് പി എത്ര യൂണിറ്റാണെന്നറിയാം. സി പി 5 യൂണിറ്റാണ്, എസ് പി 6 യൂണിറ്റാണ്. ഇനി നമുക്ക് ഒറിജിനൽ സി പി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഒറിജിനൽ സി പി നമുക്ക് 100 ആണ്. ഒറിജിനൽ സി പി 100 ആണ്. അപ്പോൾ ഈ 100 ആവാനായിട്ട് 5നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണോ നോക്കുക. 20 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിലാണ് 5 100 ആകും. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ എസ് പിക്ക് നമ്മൾ 20 വെച്ച് മൾട്ടിപ്ലൈ എടുക്കും. നമുക്ക് എത്ര കിട്ടി? 120. അപ്പം ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. നമുക്കൊന്നുമില്ല, നമ്മൾ ആ പെർസെൻറ്റേജ് പറയുന്ന ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുക, സി പി കണ്ടുപിടിക്കുക. സി പി നമുക്ക് തന്നിട്ടുണ്ടാവും, പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ അകത്ത് എസ് പി ഡിറൈവ് ചെയ്യുക, എന്നിട്ട് പെർസെൻറ്റേജ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, ഒരു ഷോപ്പ് കീപ്പർ 80 റുപ്പീസിന് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു. 80 റുപ്പീസ്, അപ്പോൾ കോസ്റ്റ് പ്രൈസ് 80. പുള്ളി അത് ലോസിൽ വിൽക്കുന്നു, ഒരു ലോസ് പെർസെൻറ്റേജ് ഓഫ് 20% വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എസ് പി കണ്ടുപിടിക്കാനാണ്, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളത് ആദ്യം പറഞ്ഞ പോലെ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എസ് പിയുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100. കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്ര? 80 ഇൻറ്റു 100 മൈനസ് 20 ഡിവൈഡ് ബൈ 100. അപ്പോൾ 80 ഇൻറ്റു 80 ബൈ 100. ഈ 0 ക്യാൻസലായി പോയി, നമുക്ക് 64 എന്ന് സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇനി ഇത് നമ്മൾ ഫ്രാക്ഷൻ മെത്തേഡിൽ, പെർസെൻറ്റേജ് മെത്തേഡിൽ ചെയ്യാം. 20% ലോസാണ്, അതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/5. ലോസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റ് ആയപ്പോൾ നമ്മൾ പ്ലസ് ഇട്ടു, അതൊരു ലോസ് ആകുമ്പോൾ നമ്മളിവിടെ മൈനസ് എന്നിടും. അപ്പോൾ ഇതിൽ 5 ആണ് നമ്മുടെ സി പി. 5 ആണ് നമ്മുടെ സി പി. ഈ -1 ആണ്, അല്ലെങ്കിൽ 1 ആണ് നമ്മുടെ ലോസ്. അപ്പോൾ ലോസ് ആകുമ്പോൾ എസ് പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലോസ് ഈക്വൽ ടു സി പി മൈനസ് എസ് പി, അല്ലെങ്കിൽ എസ് പി ഈക്വൽ ടു സി പി മൈനസ് ലോസ്. അപ്പോൾ സി പി നമുക്ക് 5 യൂണിറ്റ് ആണ്, ലോസ് 1 യൂണിറ്റ് ആണ്. അപ്പോൾ എസ് പി 4 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ ഇതാണ് സി പി എന്താണെന്ന് എസ് പി എന്താണെന്ന് എടുത്തെഴുതാണ്. സി പി 5 യൂണിറ്റ്, എസ് പി 4 യൂണിറ്റ്. അപ്പോൾ ഒറിജിനൽ സി പി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 80. ഈ 5 യൂണിറ്റ് 80 ആകാനായിട്ട് നമ്മൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 16 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അതേപോലെ തന്നെ ഈ 4നെ നമ്മൾ 16 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 4 ഇൻറ്റു 16 എന്ന് പറയുന്നത് 64. ഓക്കെ, നമ്മുടെ എസ് പി കിട്ടി. എത്രയാണ്? 64. ഇതല്ലേ കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നുന്നു. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡിനെ ബേസ് നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് ആൻസർ അറൈവ് ചെയ്യുന്നു, അതാണ് നമുക്ക് ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നമുക്കൊരു എഡ്ജ് തരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് ട്രഡീഷണൽ മെത്തേഡ് വെച്ച് 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു 20 സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീഡ് ബാക്കിയുള്ള ക്വസ്റ്റ്യനിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 36 ബുക്സ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 30 ബുക്സ്. ഫൈൻഡ് ദ ഗെയിൻ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കുന്നതാണ്. 36 ബുക്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തിന് ഈക്വലാണ്? 30 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വലാണ്. ഓക്കെ,
അപ്പോൾ നമ്മളിനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, ഈ നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, വേരിയബിൾസിനെല്ലാം വേറെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 30/36 ഈക്വൽ ടു എന്തായെന്ന് പറഞ്ഞാൽ 36നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, SP ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈക്വൽ ടു CP/SP, അല്ലെങ്കിൽ CP/SP ഈക്വൽ ടു ഇത് 6 വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് 5/6 എന്ന് കിട്ടും. 5/6 ഇതാണ്. അപ്പോൾ CP എത്ര യൂണിറ്റാണ്? 5 ആണ്. SP 6 യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ SP ഗ്രേറ്റർ ദാൻ CP അല്ലേ, അപ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? SP 6 യൂണിറ്റാണ് മൈനസ് CP 5 യൂണിറ്റാണ്. പ്രോഫിറ്റ് 1 യൂണിറ്റ്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഗെയിൻ പെർസെൻറ്റേജ്? അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100. എത്രയാണ് പ്രോഫിറ്റ്? 1 ഡിവൈഡ് ബൈ CP 5 ഇൻറ്റു 100. എത്ര കിട്ടി? 20%. 20% ആണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, the selling price of 5 articles is the same as the cost price of 3 articles. Find the gain or loss percentage. അപ്പോൾ selling price of 5 articles, 5 into SP equal to cost price of 3 articles, 3 into CP. അപ്പോൾ CP/SP എത്ര കിട്ടും? CP/SP equal to 3 CP/SP എന്ന് പറയുന്നത് 5/3 എന്ന് കിട്ടും. അപ്പോൾ CP 5 ആണ്, SP 3 ആണ്. ഇവിടെ CP ഗ്രേറ്റർ ദാൻ SP ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ലോസ് ആണ്. ഇപ്പോൾ ലോസ് കണ്ടുപിടിക്കാനായിട്ട് CP മൈനസ് SP. എത്രയാണ് നമ്മുടെ CP എന്ന് പറയുന്നത്? 5 മൈനസ് 3, 2 ആണ് നമ്മുടെ ലോസ് ആയിട്ട് കിട്ടും. ഇനി അവിടെ ചോദിച്ചിരിക്കുന്നത് ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ലോസ് കിട്ടിയതുകൊണ്ട് ലോസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100. എത്രയാണ് ലോസ്? 2 CP 5 ഇൻറ്റു 100. എത്ര കിട്ടി? 40% ആണ് നമ്മുടെ ലോസ് പെർസെൻറ്റേജ്. ഓക്കെ. An article is sold at 720 rupees. It gets 20% loss. At what price it should be sold to get 20% profit? അപ്പോൾ ഞാനത് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്നില്ല, റേഷ്യോ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 720 rupees. ഫസ്റ്റ് സിനാറിയോ ആണ് എന്ന് പറഞ്ഞാൽ 20% ലോസിൻ്റെ സിനാറിയോ ആണ്. അതിൽ SP 720. ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. അതിന് നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതുന്നു -1/5. ഇതിൽ 5 എന്ന് പറയുന്നതാണ് നമ്മുടെ CP, 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ലോസ്. അപ്പം SP എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? SP എന്ന് പറയുന്നത് 5 + 5 - 1, 4 ആണ് നമ്മുടെ SP. അപ്പം ഞാൻ ഒന്ന് വീണ്ടും എടുത്തെഴുതാണ് CP SP 5 SP 4. ഒറിജിനൽ SP നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും എടുത്തെഴുതാണ് CP SP എന്ന് പറയുന്നത് 5, SP എന്ന് പറഞ്ഞാൽ 4. നമുക്ക് ഒറിജിനൽ SP തന്നിട്ടുണ്ട്. എന്താ? 720 rupees. ഈ 4 യൂണിറ്റ് 720 ആകാനായിട്ട് എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 4നെ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 720 ആവും. അപ്പം നമ്മൾ അതുപോലെ തന്നെ CP കണ്ടുപിടിക്കാനായിട്ട് 5നെ 180 വെച്ച് മൾട്ടിപ്ലൈ ആണ്. 5നെ 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 900 എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് കേസിലെ CP എന്ന് പറയുന്നത് 900. ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ അവർ വേറെ എന്താണ് ചോദിച്ചത്?
എത്ര പ്രൈസിന് ഇത് വിൽക്കണം, സോ ദാറ്റ് നമുക്ക് 20% പ്രോഫിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പ്രൈസിൽ ഇത് വിൽക്കണം, അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കേസിൽ 20% പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആകുമ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് +1/5. ഇത് CP, ഇത് പ്രോഫിറ്റ്. ഇപ്പോൾ SP എത്ര? SP എന്ന് പറയുന്നത് 5 + 1 6. ഇപ്പോൾ CP 5, SP 6. ഒറിജിനൽ CP എത്ര? ഒറിജിനൽ CP എന്ന് പറയുന്നത് ഈ 900 ആണ്. 900 ആണ്. 5 900 ആകാനായിട്ട് 180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ 6 യൂണിറ്റിന് ഒറിജിനൽ SP കിട്ടാനായിട്ട് 180 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 6 × 180 1080. 600 + 480 1080. അപ്പോൾ അതാണ് നമ്മുടെ SP. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. An article is sold at ₹450. It gets 12.5% profit. At what more price should be sold to get 15% profit? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? SP തന്നിട്ടുണ്ട്. SP 450. ആദ്യത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12.5%. ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1/8 പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്ലസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലായി CP ഇതാണ്, പ്രോഫിറ്റ് ഇതാണ്. ഇപ്പോൾ CP 8, SP എത്രയാണ്? 1 + CP 9. നമുക്ക് ഒറിജിനൽ SP എത്രയാണ് തന്നിട്ടുണ്ട്? 450. അപ്പോൾ 9 യൂണിറ്റ്സ് 450 ഞാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 50 വെച്ച് മൾട്ടിപ്ലൈ ആണ്. 50 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഈ CP ഒറിജിനൽ CP കിട്ടാനായിട്ട് 8നെ 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400. ഇതാണ് നമ്മുടെ ഒറിജിനൽ CP. ഇനി ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? അറ്റ് വാട്ട് മോർ പ്രൈസ് ഇറ്റ് ഷുഡ് ബി സോൾഡ് ടു ഗെറ്റ് 15% പ്രോഫിറ്റ്. അടുത്ത സിനാറിയോയിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണ്. 15% നമ്മളെങ്ങനെ ഫ്രാക്ഷനിലേക്ക് എഴുതും? 3/20 പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്ലസ്. ഇത് CP ആണ്, ഇത് പ്രോഫിറ്റാണ്. അപ്പോൾ വീണ്ടും CP SP എഴുതാണ്. CP 20, SP എന്ന് പറഞ്ഞാൽ 20 + 3 23. അപ്പോൾ നമുക്ക് CP കയ്യിലുണ്ട് 400 ആണ്. 20നെ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 400 കിട്ടുന്നത്. അതുപോലെ 23നെ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 460. ഇതാണ് 15% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സെല്ലിംഗ് പ്രൈസ്. 15% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സെല്ലിംഗ് പ്രൈസാണ് 460. നമ്മളിപ്പം ആൻസർ കിട്ടിയെന്ന് വെച്ച് ഇവിടെ വെച്ച് നിർത്തരുത്. എന്താ കാര്യം? ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അറ്റ് വാട്ട് മോർ പ്രൈസ് ഇറ്റ് ഷുഡ് ബി സോൾഡ് ടു ഗെറ്റ് 15% പ്രോഫിറ്റ്. നേരത്തെ സെല്ല് ചെയ്യുന്നതിനേക്കാൾ എത്ര രൂപ കൂടുതൽ വിൽക്കണം 15% പ്രോഫിറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നേരത്തെ സെല്ല് ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ്? 450. അപ്പം എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്താലാണ് 15% കിട്ടുന്നത്? 460. അപ്പം എത്ര രൂപ അധികം കൂട്ടിയിട്ട് സെല്ല് ചെയ്യണം? 10 രൂപ കൂട്ടിയിട്ട് സെല്ല് ചെയ്യണം. അപ്പം അതാണ് നമ്മുടെ ആൻസർ.